CPM MLA വി ശിവൻകുട്ടി ചേരിവാസികളെ മൈക്കിലൂടെ ഭീഷണിപ്പെടുത്തി. നമസ്കാരം. ഇലക്ഷനോടനുബന്ധിച്ച് പല ജനപ്രിയ നേതാക്കളുടെയും പഴയ ലീലാവിലാസങ്ങൾ ജനങ്ങൾക്ക് ഇവരോട് ഒരുപാട് പ്രിയമുള്ളത് കൊണ്ടേ തപ്പി പുറത്തോട്ടിടുന്നുണ്ട്. അത്തരം ഒരു വീഡിയോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്കും അയച്ചു തന്നു. ഞാനത് എങ്ങനെയാ ഒറ്റയ്ക്ക് കാണുന്നേ? നമുക്കൊന്നിച്ച് കാണാം. അവിടെ മര്യാദയ്ക്ക് ഇരുന്നാൽ മതി, ഇങ്ങോട്ടൊന്നും പറയാൻ പറയണ്ട, അങ്ങോട്ട് മര്യാദയ്ക്ക് ഇരുന്നാൽ മതി എന്ന് തുടർച്ചയായിട്ട് ഭീഷണിപ്പെടുത്തുന്നത് ആരാണെന്നല്ലേ? അന്നത്തെ CPM-ന്റെ MLA ആയിരുന്ന ഇപ്പോഴത്തെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി. അദ്ദേഹം തന്നെ മര്യാദ പഠിപ്പിക്കുകയാണ്. ചെങ്കൽച്ചൂള നിവാസികളെ മര്യാദ പഠിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് പിന്നെ ഡെസ്കിൽ നിന്ന് ഡെസ്കിലേക്ക് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ തന്നെത്താനെ ചാടാൻ ശേഷി ഉണ്ടായിരുന്ന സമയത്തെ മര്യാദ പഠിപ്പിക്കല കേട്ടോ. വോട്ടർമാരോടുള്ള ആ സമീപനം കണ്ടോ? ഇന്നലെ അങ്ങോട്ടേ ഉപയോഗിച്ച് മന്ത്രിയപ്പൂപ്പന്റെ പാർട്ടിക്ക് വോട്ട് കൊടുക്കണേ നിങ്ങള് എന്നും പറഞ്ഞ് ഒരു സംഭവമൊക്കെ ഇറക്കിയത്. അതിന് പിന്നാലെ തന്നെ ഇതൊക്കെ നല്ല ചൂടോടെ പുറത്തോട്ട് വന്ന് കളഞ്ഞല്ലോ ശിവൻകുട്ടി അണ്ണ. വോട്ടർമാരെന്ന് പറഞ്ഞ അണ്ണൻ ഉയിരിന്റെ ഉയിരാണ്. എന്ത് ഉയിർ? ഉയിർ വേറൊന്നുമല്ല. ഇനി കണ്ടോണം. പറഞ്ഞേട്ടാ, വേറെ ആളുകളെ ഇങ്ങോട്ട് ഇറക്കി തരും കേട്ടല്ലോ. നമ്മളിതൊക്കെ കുറെ കണ്ടതാണ്. അതായത് ആളെ ഇറക്കി വോട്ടർമാരെ കൈകാര്യം ചെയ്യിക്കുമെന്ന് ആരും സംശയിക്കണ്ട. ഗുണ്ടായിസം തന്നെ കമ്മ്യൂണിസം. സ്റ്റേജിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലായി തനി കൊണത്തിലോട്ട് അണ്ണൻ ഇറങ്ങി വരികയെന്ന്. പെട്ടെന്ന് ചെന്ന് തടയാൻ വേണ്ടി വനിതകളും പുരുഷന്മാരും ഒക്കെ ഒന്നിച്ച് ചെല്ലുന്നുണ്ട്. അണ്ണാ കൈവിട്ട് പോകുന്നു. അണ്ണന്റെ തനി സ്വരൂപം പുറത്തോട്ട് വരാൻ തുടങ്ങി. മൈക്ക് ഓഫ് ആക്കണോ ഇങ്ങനെ പിടിച്ചു മാറ്റണമെന്നൊന്നും അവർക്ക് അറിയത്തില്ല. സ്ഥലം MLA ആയി പോയില്ലേ. അതിനേക്കാൾ ഉപരി ഒരു വിവരദോഷി. പിന്നെ എന്ത് ചെയ്യാൻ മടിക്കാത്തവനും കൂടെ ആയതുകൊണ്ട് നോക്കി കണ്ടു അവർക്കും പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മുണ്ടഴിച്ച് അവരുടെ മുന്നിൽ നിന്ന് ആടും. അതെണ്ടത്തരം കാണിക്കുവാണോന്ന് വോട്ടർമാരോടാ ചോദിക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഈ ചൂട് കാലത്ത് കുറച്ചുകൂടെ ചൂട് കിട്ടണമെങ്കിൽ ഇത്തരം പഴയ നിങ്ങളുടെ പ്രകടനങ്ങളൊക്കെ തപ്പിയെടുത്ത് നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. ഇത്രയും ശേഷിയുള്ളവരായിരുന്നു, ഇത്രയും ഹീറോയിസം ഒക്കെ ഇവിടെ ജനങ്ങളോട് കാണിച്ചിട്ടുള്ള ആളുകളാണ് എന്ന് അറിയാത്തവരും കൂടെ അറിയട്ടെ. അതും ചേരി വികസനവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി അവിടെ വന്നതാ. MLA ആണ് ആ സമയത്ത്. ആ MLA-യുടെ ചാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ചാട്ടം കൂടെ ചാടിയ സ്റ്റേജും തകരും, അണ്ണന്റെ മൂലവും കീറും. മര്യാദ കാണിച്ചാലും മര്യാദകേട് കാണിച്ചാലും അണ്ണൻ തിരിച്ച് മര്യാദകേടെ കാണിക്കത്തുള്ളൂ. അത് ഓർമ്മ വേണം. അതായത് ഓർമ്മ വേണമെന്ന് പറയുമ്പം പണ്ട് കൊടുത്തിട്ടുണ്ട്, ആ കാര്യം ഓർത്തോണമെന്ന്. ജനങ്ങളോട് തുടർച്ചയായിട്ട് മര്യാദകേട് കാണിച്ചിട്ടുള്ള ആളാ. എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് അണ്ണാ ഇതിനു മുമ്പ്. CPM-ന്റെ ആളായിട്ടാണ് ഞാൻ പറയുന്നത്. ഓർമ്മ വേണം. സാധാരണ എല്ലാവരും ഈ സമയത്ത് പറയുന്നത് പാർട്ടി ഒന്നും നോക്കണ്ട, വ്യക്തിപരമായിട്ട് ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്നാണ് സാധാരണ ഈ സമയത്തൊക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ ചില നായകന്മാർ ഡയലോഗ് ഉപയോഗിക്കുന്നത്. പക്ഷെ പാർട്ടിയാണ് അണ്ണൻ്റെ സകല പ്രതിരോധവും ഒരുക്കുന്നത്. അണ്ണൻ്റെ പിടിവള്ളി പാർട്ടിയാണ് എന്ന് അണ്ണൻ അവിടെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. CPM-ന്റെ ആളായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് CPM എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. തിരുവായ്ക്ക് എതിർവാ വന്നാൽ എല്ലാത്തിനും വെട്ടി കണ്ടിച്ച് കളയത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന പ്രസ്ഥാനത്തിൻ്റെ ആളായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓർമ്മ വേണം. അവിടെ മര്യാദയ്ക്ക് ഇരുന്നോളാൻ ഒരു സ്ത്രീയോടാണ് പറയുന്നത്. അപ്പൊ സ്ത്രീ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അതാണ് എപ്പിക് സാധനം. എങ്ങനെ ഇരിക്കുന്നു? 14 വയസ്സ് തൊട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കള്ളവോട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇന്നും ഞാൻ ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ കർത്തവ്യം. അപ്പൊ സ്വന്തം പാർട്ടിക്കാരോട് തന്നെയാണ് ഏറ്റുമുട്ടിയത്. അതുകൊണ്ടായിരുന്നു ഇത്ര ഉശിര്. അവരും താഴുന്നില്ല, അണ്ണനും താഴുന്നില്ല. എന്നാലും എൻ്റെ പൊന്നെണ്ണ 14-ാമത്തെ വയസ്സ് തൊട്ട് നിങ്ങൾക്ക് വേണ്ടി കള്ളവോട്ട് ചെയ്ത ആ സ്ത്രീയോടൊക്കെ ഇങ്ങനെ സംസാരിക്കാവോ? ഇങ്ങനെ ഒരു 5-6 സ്റ്റേജിൽ നിന്ന് ജനങ്ങളോടെ നല്ല മര്യാദയ്ക്ക് സംസാരിച്ചാൽ കള്ളവോട്ടിൻ്റെ കഥകളൊക്കെ
ഇവിടെ താനേ കേട്ട് ചുരുളഴിഞ്ഞോളൂ. അല്ല, ഇത് ആർക്കും ഒരു പുതുമയുള്ള കാര്യമൊന്നും അല്ല, എല്ലാവർക്കും എല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇവിടെ CCTV-യിൽ പതിഞ്ഞ കള്ളവോട്ടിന്റെ കേസ് എന്തായി എന്നുള്ളത് നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ട് പുതുമയുണ്ടെന്ന് പറയല്ല. പക്ഷെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ആ ചേച്ചി കറക്റ്റായിട്ട് ആ ഡയലോഗ് എടുത്ത് ആ സംഭവം എടുത്ത് ഉപയോഗിച്ചല്ലോ. അതായത് 10-14 വയസ്സ് തൊട്ട് ഓരോരുത്തരെ കൊണ്ട് കള്ളവോട്ട് ചെയ്യിപ്പിച്ചിട്ട് ആ കള്ളവോട്ടിൻ്റെ ശക്തിയിൽ അധികാരത്തിൽ കയറിയിട്ട് ആ കള്ളവോട്ട് ചെയ്ത പാവങ്ങളെ തന്നെ ചവിട്ടി താക്കാൻ നോക്കി അവരുടെ നെഞ്ചത്ത് കയറി മറ്റേ ഡെസ്കിൻ്റെ പുറത്ത് കാണിച്ച കളിയുണ്ടല്ലോ, പെർഫോമൻസ്, അത് നടത്താൻ നോക്കി അവർ വിടുവോ? ഇതിനപ്പുറമായിരിക്കും ഇനി വരുന്നത്. അന്ന് പിന്നെ ഒറ്റയ്ക്ക് മുണ്ടടിച്ച് തലയെ കെട്ടാനുള്ള ആരോഗ്യമെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പം അതും ഇല്ല എന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് ഇന്നലെ ഇപ്പോൾ ഒരു കാർട്ടൂൺ പാട്ടൊക്കെ ഇറക്കിയായിരുന്നു, ഞാൻ പറഞ്ഞില്ല, കുട്ടികളുടെ മന്ത്രി അപ്പൂപ്പൻ എന്നും പറഞ്ഞു. അതുപോലെ വല്ല പരിപാടിയിലൊക്കെ പ്രചാരണം ഒതുക്കുന്നതാണ് നല്ലത്. നേരിട്ടൊക്കെ ചെന്നാൽ പല കള്ളവോട്ടുകളുടെ കഥയും ഇങ്ങനെ അഴിയും. എന്നാലും നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി പൊതുജനത്തിനോടൊക്കെ തിണ്ടിത്തരം കാണിക്കരുത്, ചെറ്റത്തരം കാണിക്കരുത് എന്നൊക്കെ നല്ല സംസ്കാരത്തിന് അനുയോജ്യമായ രീതിയിൽ സംസാരിക്കുന്നതൊക്കെ പച്ചയ്ക്ക് ഈ ഇലക്ഷൻ്റെ സമയത്ത് കേൾക്കാൻ ഞങ്ങൾക്ക് വീണ്ടും സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ട്. പിന്നെ ഈ വീഡിയോ എനിക്ക് അയച്ചു തന്ന സഹോദരനും ഒരുപാട് നന്ദിയുണ്ട്. അതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായിട്ട് ഇത് പങ്കുവയ്ക്കാൻ സാധിച്ചത്. ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ആ വേറൊരായിട്ട് കാണിച്ചു തരാം. മെട്രോപാളത്തിന്റെ താഴെ 2 ആ സൈഡിലെ ബ്ലോക്ക് മാറ്റി 4 ലക്ഷം ടൈൽസ് ഇട്ട് ഉദ്ഘാടനം. അതായത് ഉദ്ഘാടനം ചെയ്യാൻ വേറൊന്നും കിട്ടിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അന്നേരം എല്ലാവരും എന്നെ കളിയാക്കി. അങ്ങനെ ഒരു സൂത്രവാക്യം ഒന്നും ഇല്ലെന്ന്. അതായത് പരമാവധി ഉദ്ഘാടനങ്ങൾ സമം പരമാവധി വിജയം എന്നുള്ളതാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന സൂത്രവാക്യം. അതനുസരിക്കാൻ എല്ലാവരും അവരവരുടെ കൊടി വെച്ച കാറിൽ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് രാജീവണ്ണന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്ത്, ഒരു ബാരിക്കേഡൊക്കെ അവിടെ കിട്ടിയിരിക്കുന്നു, അതിൻ്റെ അപ്പുറത്തൊരു വാണിംഗ് ടേപ്പ് ഉണ്ട്. വാണിംഗ് ടേപ്പെങ്കിൽ വാണിംഗ് ടേപ്പ്, അത് കട്ട് ചെയ്ത ഒരു ഉദ്ഘാടനം ഒപ്പിക്കാമല്ലോ. അതിന് ആ വാണിംഗ് ടേപ്പ് കട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ കൊടുക്കുന്ന പോസൊക്കെ കണ്ടോ, ക്യാമറയ്ക്ക് ഫേസ് കൊടുക്കുന്നതൊക്കെ കണ്ടോ? എന്തോ അണ്ണൻ എത്രയോ കോടി മുടക്കി എന്തോ ഒരു സംഭവം ഉണ്ടാക്കി വലിയ രീതിയിൽ ആ ഉദ്ഘാടന മഹാമഹമൊക്കെ സംഘടിപ്പിച്ച് ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി റിബൺ മുറിക്കുന്നത് പോലെയാണ് അവിടെ വലിച്ചു കെട്ടിയിരുന്ന വാണിംഗ് ടേപ്പ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ക്യാമറയെ നോക്കി ഇളിയും. ഗതികേടിന് അവസ്ഥാന്തരം സംഭവിച്ച ഇത്രയും അധപ്പതിച്ച ഒരു വേർഷൻ കിട്ടുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിന് നന്ദിയുണ്ട്. നാണം എന്ന വാക്കിനെ വരെ നാണിപ്പിക്കാൻ ശേഷിയുള്ള ഒരു സെക്ഷൻ ഉണ്ടെങ്കിൽ ഇവരാണ്. അല്ല, ഈ വിവരദോഷികൾക്ക് വല്ല ബോധ്യമുണ്ടോ? ഒരു MLA-യുടെയോ ഒരു MP-യുടെയോ ഒരു മന്ത്രിയുടെയൊക്കെ ഉത്തരവാദിത്വം എന്താണെന്നൊക്കെ? ഒരു MLA MP ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ, ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്, അതൊക്കെ നിയമസഭയിലോ പാർലമെന്റിലോ ഒക്കെ ശക്തമായിട്ട് ഉന്നയിക്കുക. നല്ല റോഡുകൾ, ആശുപത്രി സൗകര്യങ്ങൾ, വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ നാടിൻ്റെ മൊത്തത്തിലുള്ള വികസനം, ഇതൊക്കെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യുക, അതൊക്കെ നടപ്പിലാക്കുക. തൊഴിലവസരങ്ങൾ മെച്ചപ്പെടുത്തുക, സർക്കാരിൻ്റെ പദ്ധതികളൊക്കെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇതൊക്കെയാണ് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വം, യഥാർത്ഥ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പക്ഷെ ഇവരൊക്കെ എന്തെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ എന്തെങ്കിലും 5-6 ചവർ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതൊരു നേട്ടമായിട്ട് കണ്ട് അവിടെ അങ്ങ് ഒരു റിബൺ കട്ട് ചെയ്തേക്കും, അല്ലെങ്കിൽ ഒരു വിളക്ക് കൊളുത്തി അങ്ങ് ഉദ്ഘാടനം ചെയ്തേക്കും. അപ്പൊ എങ്ങനെങ്കിലുമൊക്കെ ക്രെഡിറ്റുകൾ മാക്സിമം അടിച്ചു മാറ്റുക, അതാണ് ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ ഭാരിച്ച ഉത്തരവാദിത്വം എന്ന് കരുതുന്ന ആളുകളാണ് നമ്മളിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിൻ്റെ കയ്യിലും എപ്പോഴും ഒരു കത്രിക കാണും. ഇപ്പം സ്ഥിരമായിട്ട് കഴിക്കുന്ന ഗുളികകൾ എടുക്കാൻ മറന്നാലും എല്ലാവരും കത്രികയും കൊണ്ട് നടക്കും. പിന്നെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഉടുത്തിരിക്കുന്ന മുണ്ടാണെങ്കിലും വലിച്ച് എവിടെയെങ്കിലും കെട്ടി അതെങ്കിലും മുറിക്കുന്ന ഒരു വീഡിയോ കിട്ടണം, ഒരു ഫോട്ടോ കിട്ടണം, അത്രേ ഉള്ളൂ നമുക്ക്. ഏതായാലും ഒരുവിധം എല്ലാ കാര്യങ്ങളിലും നമ്പർ 1 ആയി നിൽക്കുകയാണല്ലോ കേരളം. ഈ 10 വർഷം കൊണ്ട് പലതിലും നമ്പർ 1 ആക്കി. ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങൾ ചെയ്തുകൂടി ചരിത്രത്തിൽ ഇടം നേടാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പരമാവധി ഉദ്ഘാടനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ ഒരു മന്ത്രിസഭ എന്നുള്ള ഒരു റെക്കോർഡ് കൂടി ഇവർക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ നിലവാരം തെളിയിക്കുന്ന ഇത്തരത്തിലുള്ള പഴയതും പുതിയതുമായിട്ടുള്ള തെളിവുകൾ, വീഡിയോകൾ ഒക്കെ ഇനിയും പുറത്തു വരട്ടെ. നമുക്ക് കാത്തിരിക്കാം.